ജർമ്മനിയിലെ വെതർ എന്നെ വീണ്ടും ചതിച്ചു. എനിക്ക് വീണ്ടും പനി പിടിച്ചു. അപ്പം നമ്മളിന്ന് പോവാണ് ക്രാങ്കൻ ഷൈൻ വാങ്ങാൻ. അതായത് നമ്മൾ വർക്ക് ചെയ്യോ പഠിക്കുകയൊക്കെയാണ് നമ്മൾ ലീവ് ലെറ്റർ കൊടുക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ക്രാങ്കൻ ഷൈൻ എന്ന് പറയുന്നത്. ഈ പടവുകൾ കയറിയാണ് നമ്മൾ ക്ലിനിക്കിലേക്ക് പോകുന്നത്. നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ക്ലിനിക്കിലാണ് പോവാറ്. ഇവിടെ ആണെങ്കിൽ 1700-കളിലെ 800-കളിലെയും 90-കളിലെയും ഒക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോസ് പ്ലസ് ഞാൻ ഇന്ന് കാണാൻ പോകുന്ന ഹാസ്ലർ എന്ന് പറയുന്ന ഡോക്ടറിന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ വരെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല മക്കളെ കാണേണ്ടത്. ഫ്രണ്ടിലെ ഒരു പൊളപ്പൻ സാധനം ഇരിപ്പുണ്ട്. ഇതേ നമ്മുടെ സാക്ഷാൽ ഓട്ടോറിക്ഷ. ഇത് എൻ്റെ ഈ ഡോക്ടർ പണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ പുള്ളി ഈ ഒരു വണ്ടി കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇവിടെ ജർമ്മനിയിൽ എത്തിയതിനു ശേഷം പുള്ളി ഇതിന്റെ റെപ്ലിക്ക സ്ഥാപിച്ച് വെച്ചിരിക്കുകയാണ് ആ ഒരു യാത്രയുടെ മെമ്മറി ആയിട്ട്. പൊതുവെ എനിക്ക് ജൂനിയർ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് കിട്ടാറ്. പക്ഷേ ഇന്ന് എനിക്ക് ഹാസ്ലർ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടി. അപ്പോൾ നമുക്ക് കാര്യങ്ങളെ പറ്റി കൂടുതൽ ചോദിക്കാമല്ലോ. ടേബിളിൽ നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞോട്ടോ ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ ഷെൽഫിന്റെ ബാക്കിൽ വേറെ കുറേ കാസിന്റെ ഒക്കെ ചെറിയ റെപ്ലിക്കാസ് വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിലെ ടേബിളിൽ തന്നെ ഓട്ടോറിക്ഷയുടെ റെപ്ലിക്ക വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഡോക്ടറിന്റെ ഇന്ത്യൻ കഥകളൊക്കെ കേട്ട് ഞാൻ എനിക്കെന്തോ ഡോക്ടറേറ്റ് കിട്ടിയ പോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് തിരിച്ച് ലാഘവത്തോടെ വീട്ടിലേക്ക് പോകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.